ഈ വിധിന്യായം ഞാൻ ഇതിനകം തന്നെ 8ലേറെ പ്രാവശ്യം വായിച്ച് പഠിച്ചു കഴിഞ്ഞു, നോട്ടുകളും തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് ഈ പത്മരാജൻ മാസ്റ്ററിനെതിരെ ആ കേസിൽ 1% പോലും തെളിവില്ല എന്നുള്ളതാണ്. എന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഏകദേശം 1 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന കൊല്ലത്ത് നിന്നുള്ള ഒരു പ്രതിയെ നിരുപാധികം വിട്ടയക്കുകയും അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. മിക്കവാറും അതേ രീതിയിലുള്ള ഒരു വിധിയായിരിക്കും പത്മരാജൻ്റെ കേസിലും ഹൈക്കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. എന്നാൽ അതിനകം തന്നെ പത്മരാജനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കും. കാരണം ഇതൊരു കൊലപാതക കേസ് പോലും അല്ല. ഒരു കൊലപാതകത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇവിടെ ഇതൊരു പോക്സോ കേസാണ്. അതായത് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിനിയെ 10 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു കേസിൽ പ്രതി അയാളുടെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക. എന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ അപ്പീൽ പരിഗണിക്കുന്നതുവരെ, അതിന് 6 7 ഒക്കെ വർഷങ്ങൾ എടുത്തു എന്നും വരാം. അതുവരെ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയും ഭാര്യയും 2 കൊച്ചു കുട്ടികളും കൂടാതെ അവിവാഹിതയായ സഹോദരിയും ഈ സമൂഹത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്ന അപമാന ഭാരം, അതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.